നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് കോമ്പാക്റ്റ് ഒരുപാട് പേര് ബുക്ക് ചെയ്തിരുന്നു. പ്ലാന്റ്സ് കിട്ടാൻ ഒരുപാട് താമസിച്ചു. അപ്പോൾ മുന്നേ റീബുക്ക് ചെയ്ത എല്ലാവരുടെ കൊറിയർ നമ്മൾ അയക്കാൻ വേണ്ടി ഇന്ന് അയക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ മുന്നേ ഓർഡർ ചെയ്ത എല്ലാവരുടെ ഓർഡേഴ്സും തിരിച്ച് അയക്കുന്നതാണ്. പിന്നെ പ്ലാന്റ്സിൻ്റെ ഇതിൽ ചെറിയ റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പ്രീ ബുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മുന്നത്തെ റേറ്റിൽ തന്നെ നമ്മൾ കൊറിയറായിട്ട് അയക്കും. ഹായ്, ഞാൻ സുഹൈൽ. അഗ്രിബിസിൻ്റെ പുതിയ ഡെൻഡ്രോബിയത്തിൻ്റെ കോംബോ അപ്ഡേഷനാണ്. 15 പ്ലാന്റ്സിൻ്റെ 20 പ്ലാന്റ്സിൻ്റെ കോംബോ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 പ്ലാന്റ്സിന് 1400 പ്ലസ് കൊറിയർ ചാർജ് ഇൻക്ലൂഡിംഗ് ആണ് അതിൽ വരുന്നത്. അതുപോലെ 20 പ്ലാന്റിന് 1820 കേരളത്തിലെ വഴി DTDC വഴി കൊറിയർ ചാർജ് ഇൻക്ലൂഡിംഗ് ആണ് ഈ പ്രൈസ് വരുന്നത്. അപ്പോൾ പ്ലാൻസ് വേണ്ട നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് വന്നിട്ടുള്ള എല്ലാ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്ലാൻസ്, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ വലിയ പ്ലാൻസ് ആണ് സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്ന കൂടിയാണ്. അപ്പോൾ വലിയ പ്ലാൻസ് ആണ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ ആവുന്ന സീഡ്ലിങ്സ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചില പ്ലാന്റ്സിലൊക്കെ ബഡ് വന്നിട്ടുണ്ട്. മുന്നേ പറഞ്ഞു ചില പ്ലാന്റ്സിലൊക്കെ സീഡ്ലിങ്സിൽ ബഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുത്ത് പറയില്ല, എല്ലാവർക്കും കിട്ടിക്കോളുണ്ട്. ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് പ്ലാന്റ്സ് ബഡുള്ളത് എടുത്ത് പോകും. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ബുരാന ജെയ്ഡ് എന്ന് പറഞ്ഞ കളറാണ് വരുന്നത്. ഏകദേശം ഒരു ഫ്ലവറിങ്ങിൻ്റെ സൈസിൽ നിന്ന് നമ്മുടെ സീഡ്ലിംഗ് സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ കളറിനനുസരിച്ചും എന്തുണ്ട് സൈസിൽ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും എല്ലാ പ്ലാന്റ്സും ഒട്ടുമിക്കതും വലിയ പ്ലാന്റ്സിന്. അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും നല്ല ഉപകാരമായിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്ത് അവർക്ക് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് മാറ്റാം. ഇനി ജസ്റ്റ് ഒരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. അത് ചെറിയ ചട്ടി ഒഴിവാക്കുക. എന്നിട്ട് നമ്മുടെ 3 ഇഞ്ച് പോട്ടോ അല്ലെങ്കിൽ 5 ഇഞ്ച് പോട്ടോ ചെറിയ ചകിരി വെച്ചിട്ട് എന്ത് ചെയ്യുക, എളുപ്പം റീപ്പോർട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് നമ്മൾ ഈ സീഡ്ലിങ്സിൻ്റെ ഈ മുകൾ ഭാഗം, ഈ റൂട്ടൊക്കെ വരുന്ന ഭാഗം ജസ്റ്റ് പൊക്കിയിട്ട് ജസ്റ്റ് ഒരു ചകിരി വെച്ചിട്ട് എന്ത് ചെയ്യുക, മറക്കുക. നമ്മുടെ 3 ഇഞ്ചാണോ അതോ 5 ഇഞ്ച് ചെയ്ത് പോട്ടോ വെച്ച് അതിലേക്ക് എന്ത് ചെയ്യുക, പ്ലാന്റ്സ് ഇറക്കി വെക്കുക. അപ്പോൾ ജസ്റ്റ് ഇത്രയും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റീപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഏരിയൽ റൂട്ട്സ് നമുക്ക് ഈ മുകൾ ഭാഗത്തു നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ പോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഭാഗം എന്ത് ചെയ്യുക, കുറച്ച് പൊക്കി വെക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഏരിയൽ റൂട്ട്സ് വരികയും ചെയ്യും. പ്ലാന്റ്സ് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് മാറുകയും ചെയ്യും. പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് റീപ്പോർട്ട് ചെയ്യുക. ഒരു 10-20 ദിവസം ജസ്റ്റ് വെള്ളം മാത്രം കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഏരിയൽ റൂട്ട്സ് വരുന്ന ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. ഫെർട്ടിലൈസർ നമുക്ക് 19 കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്ലവറിങ് വേണ്ടിയിട്ട് 13, 27 അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലവറിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം. അപ്പോൾ നമുക്ക് 2-3 മാസം കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഫ്ലവറിങ് ആയിട്ട് പ്ലാന്റ്സ് മാറിക്കിട്ടും. നോർമലി നമ്മൾ 6 മാസം എന്ന് പറയാം. ശരിക്കും ഈ പ്ലാന്റ്സ് ഒക്കെ ഏകദേശം ബഡ് വരാറായ പ്ലാന്റ്സ് ആണ്. പക്ഷേ നമ്മൾ നോക്കുന്നത് ഈ ഫെർട്ടിലൈസർ കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് മാറും.